ഈ സെഗ്മെന്റിലുള്ള മറ്റുള്ള കാറിൽ എനിക്ക് അങ്ങനത്തെ ഒരു ഫീൽ എനിക്ക് കിട്ടിയില്ല. അപ്പം ഞാൻ ആദ്യം വണ്ടി മേടിച്ച സമയത്ത് നമുക്ക് ഓടിച്ചപ്പോൾ ഞങ്ങൾക്കൊരു ബിലോ 300 ഒക്കെയാണ്. ഇലക്ട്രിക്കൽ കാറിൻ്റെ ഒരു ഡിസഡ്വാൻറ്റേജ് ആയിട്ട് ഇങ്ങനെ പല ആൾക്കാരും പറഞ്ഞിട്ടുള്ള ഒരു പോയിന്റാണ്. അതാണ് ഒരു ഡ്രോബാക്ക് ആയിട്ട്, വൺ ഓഫ് ദി ഡ്രോബാക്സ് ആയിട്ട് വേണമെങ്കിൽ പറയാം. പിന്നെ BYD എന്ന് പറഞ്ഞ വേൾഡിലെ തന്നെ ടെസ്ലയോടും ഈക്വലൻ്റ് അല്ലെങ്കിൽ ചിലപ്പോൾ അതിനേക്കാളും മുകളിൽ വരുന്ന ഒരു ബ്രാൻഡ് ആയി മാറിക്കഴിഞ്ഞു. ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അനദർ എപ്പിസോഡ്. ഇന്ന് വേൾഡിൽ ഏറ്റവും കൂടുതൽ വിറ്റഴിക്കുന്ന ഇലക്ട്രിക് വെഹിക്കിൾ ഏതാണെന്ന് ചോദിച്ചാൽ BYD ആണ്. ടെസ്ല ആയിരുന്നു കുറച്ച് കാലം മുമ്പ് വരെ. ടെസ്ലയെ ഓവർടേക്ക് ചെയ്തുകൊണ്ട് BYD ആ ഒരു സ്ഥാനം ഏറ്റെടുത്തിരിക്കുകയാണ്. ഇപ്പം BYDയുടെ ധാരാളം വാഹനങ്ങൾ ഇപ്പോൾ നമ്മുടെ റോഡിൽ കാണാൻ സാധിക്കും. ഇപ്പം BYD ഇറങ്ങിയ സമയത്ത് ആളുകൾക്ക് അധികം ഫെമിലിയർ അല്ലായിരുന്നു. പുതിയ ബ്രാൻഡ് എന്നുള്ളൊരു രീതിയിലായിരുന്നു BYD കണ്ടുകൊണ്ടിരുന്നത്. വർഷങ്ങൾക്ക് മുമ്പ് ഇന്ത്യയിൽ വന്നിട്ടുണ്ടായിരുന്നെങ്കിലും അവർ പല ഇലക്ട്രിക് ബസ്സസും ബാക്കി ഇലക്ട്രോണിക് പ്രൊഡക്ട്സ് ഒക്കെ ആയിട്ട് ഇന്ത്യയിലുണ്ടായിരുന്നു. പക്ഷേ കാസ് നിർമ്മിച്ച് തുടങ്ങിയിട്ട് കുറച്ച് വർഷങ്ങളായിട്ടുള്ള ഈ 2-3 വർഷം കൊണ്ട് തന്നെ E6 അത്യാവശ്യം വിറ്റ് വന്നെങ്കിലും അതിൻ്റെ ഒരു 7 സീറ്റർ വേരിയൻറ്റ് E-Max 7 ഇറങ്ങിയതോടുകൂടി ആ ഒരു സെഗ്മെൻറ്റ് അവർ പിടിച്ചടക്കാനുള്ള സാധ്യതയൊക്കെയുണ്ട്. ഇന്നോവയുടെ ഒരു സെഗ്മെൻറ്റൊക്കെയാണ് വന്നിരിക്കുന്നത്. അതുപോലെ അറ്റോ 3 ഒരു 30-35 ലാക്സ് റേഞ്ച് വരുന്ന ഒരു വണ്ടിയായിരുന്നു. 35-40 ലാക്സ് വരുന്ന വണ്ടിയായിരുന്നു. സുപ്പീരിയർ ആൻഡ് പ്രീമിയം വേരിയൻ്റ് എന്ന് പറഞ്ഞിട്ട്. പക്ഷേ അവർ ഈ ഒരു സെഗ്മെൻറ്റ് കൂടി എടുക്കാനായിട്ട് വന്നിട്ടുണ്ട്. അതായത് ഡൈനാമിക് എന്ന് പറഞ്ഞൊരു ലോവർ വേരിയൻ്റ് കൂടി ഇറക്കിയിട്ടുണ്ട്. അതായത് 49 kWh ബാറ്ററിയിൽ കൊണ്ടുവന്നിട്ടുള്ളൊരു വേരിയൻ്റാണിത്. ആ ഒരു ഡൈനാമിക് വേരിയൻറ്റിൻ്റെ യൂസർ എക്സ്പീരിയൻസ് ആയിട്ടാണ് നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത്. വണ്ടി കണ്ടു കഴിഞ്ഞാൽ ഒരു പ്രോപ്പർ ഓവറായിട്ട് ഡിസൈൻഡ് ഒന്നുമല്ല, ഒരു പ്രോപ്പർ പ്രൊപ്പോർഷനിൽ ഡിസൈൻ ചെയ്തിരിക്കുന്ന ഒരു കോമ്പാക്ട് SUV ഡിസൈനാണ് അറ്റോ 3യുടെ. ഡിസൈൻ വൈസ് മാത്രമല്ല, ഫീച്ചേഴ്സ് വൈസും റേഞ്ച് വൈസും കുറച്ചുകൂടെ വിശ്വസിക്കാൻ പറ്റുന്ന റേഞ്ച് ഈ ഒരു ബ്രാൻഡിൻ്റെയൊക്കെയാണ്. BYDയുടെ ബാറ്ററി ടെക്നോളജിയൊക്കെ എല്ലാവർക്കും അറിയാം, അത്ര ഫേമസ് ആയിട്ടുള്ള ഒരു ബാറ്ററി ടെക്നോളജിയാണ്. അപ്പം ഇതിൻ്റെ യൂസർ എക്സ്പീരിയൻസിലേക്ക് കിടക്കാം. കുറച്ച് നാളായിട്ട് ഉപയോഗിക്കുന്ന ഡൈനാമിക് വേരിയൻ്റ്, ഒരു 35 ലക്ഷം മുടക്കി BYD എടുക്കാൻ മടിയുള്ളവർക്ക് കുറച്ചുകൂടെ താഴോട്ട്, അതായത് 30 ലാക്സിൽ കിട്ടുന്ന ഒരു BYD അറ്റോ 3 ആണ് ഈ കിടക്കുന്നത്. അതിൻ്റെ ഒരു യൂസർ എക്സ്പീരിയൻസിലേക്ക് ഏവർക്കും സ്വാഗതം. സോ ഫ്രണ്ട്സ്, ഇതാണ് അറ്റോ 3 ഡൈനാമിക് വേരിയൻ്റ് ഓണർ. ഹായ് ബ്രോ. ഹലോ, വെൽക്കം ടു ചാനൽ. താങ്ക് യു. ബ്രോയുടെ പേരും എന്ത് ചെയ്യുന്നു എന്നുള്ളതും പ്രേക്ഷകരോടൊന്ന്. എൻ്റെ പേര് അട്ടിൽ. ഞാൻ ബിസിനസ്സാണ് ചെയ്യുന്നത്. കൺസ്ട്രക്ഷൻ കമ്പനിയാണ്, എറണാകുളത്ത് ബേസ് ചെയ്തിട്ട് തന്നെ. ഓക്കെ, കൺസ്ട്രക്ഷനൊക്കെയാണ്. അപ്പം കുറേ ഓട്ടങ്ങളുണ്ടാവും. അതെ. ഇലക്ട്രിക് വാഹനം ആവശ്യമാണ് എന്ന് തോന്നി ഇലക്ട്രിക്കിലോട്ട് വന്നു അല്ലേ? ഓക്കെ, അപ്പം കൺസിഡറേഷനിൽ ഉണ്ടായിരുന്ന വാഹനങ്ങൾ ഏതൊക്കെയായിരുന്നു? ഡൈനാമിക് അറ്റോ 3യിൽ വന്നത് എങ്ങനെ? നമ്മൾ ഇലക്ട്രിക്കൽ വെഹിക്കിൾ നമ്മൾ ആദ്യം നമ്മുടെ മനസ്സിലുണ്ടായിരുന്നില്ല. ഞങ്ങൾക്ക് കുറച്ച് ഓട്ടോ ഒക്കെ ഉള്ളതുകൊണ്ട് നമുക്കൊരു ഞങ്ങളുടെ ബഡ്ജറ്റ് ഒരു 30 ലാക്കായിരുന്നു നമ്മുടെ ബഡ്ജറ്റ്. അപ്പോൾ ആ ഒരു 30 ലാക്കിൽ വരുന്ന ഒരു കാറ് മേടിക്കണം എന്നുള്ളതായിരുന്നു നമ്മുടെ ഒരു മനസ്സിലുണ്ടായിരുന്നു. അപ്പോൾ ഞാനും എൻ്റെ ഫാദറും കുറേ കാറുകളിൽ നിന്ന് നോക്കി. അപ്പോൾ അങ്ങനെ ഞങ്ങൾ ആദ്യം ബുക്ക് ചെയ്തത് ടൊയോട്ടയുടെ ഹൈബ്രിഡ് വേർഷൻ ആയിരുന്നു, V വേരിയൻറ്റ്. അപ്പോൾ അങ്ങനെ ഞങ്ങൾ ബുക്ക് ചെയ്യുന്ന സമയത്ത് ഒരു നല്ലൊരു ഡിലേ ഉണ്ടായിരുന്നു, 6 to 7 months ഡിലേ ഉണ്ടായിരുന്നു. അപ്പോൾ പ്രൈസ് അന്ന് നമുക്ക് ഓൺ റോഡ് 25.8 എന്തായിരുന്നു പറഞ്ഞു, ടോപ്പ് വേരിയൻറ്റ്. അപ്പോൾ അത്രയായിരുന്നു പ്രൈസ് പറഞ്ഞിരുന്നത്. അപ്പോൾ ഒരു 6 to 7 months ഡിലേ ഉണ്ടായിരുന്നു. പക്ഷേ ഡിലേ നമുക്ക് വലിയൊരു ഇഷ്യൂ ആയിരുന്നില്ല. അപ്പോൾ നമ്മൾ അതിനുവേണ്ടി വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ ഒരു വെയിറ്റിംഗ് പീരീഡിലാണ് ഞങ്ങൾ വെറുതെ ഒരു ടെസ്റ്റ് ഡ്രൈവ്, ഒരു ഇലക്ട്രിക്കൽ കാർ ഞങ്ങൾ ഇന്നുവരെ ഓടിച്ചിട്ടില്ല. അപ്പോൾ മുമ്പ് യൂട്യൂബിലും അങ്ങനെ ഒരുപാട് ആൾക്കാർ, നമ്മുടെ തന്നെ ഫ്രണ്ട്സൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്, ഒരുപാട് ഇലക്ട്രിക്കൽ കാർസ് യൂസ് ചെയ്യാൻ ഭയങ്കര സുഖമാണ്, ഓടിക്കാൻ ഭയങ്കര സുഖമാണ്. അപ്പോൾ ഇലക്ട്രിക്കൽ സ്കൂട്ടർ ഞാനിങ്ങനെ എൻ്റെ ഒരു കസിൻ്റെ ഇങ്ങനെ ഓടിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ചെറിയൊരു എനിക്ക് മനസ്സിലായി, നമ്മുടെ നോർമൽ IC എഞ്ചിൻസും തമ്മിൽ എന്തോ കുറച്ച് നല്ല സുഖമുണ്ടെന്ന്. കുറച്ച് അണ്ടർ റേറ്റഡ് ആയിട്ടാണ് ഇലക്ട്രിക് വാഹനങ്ങളെല്ലാം ആദ്യമേ എല്ലാവരും ഇൻട്രൊഡ്യൂസ് ചെയ്തിരുന്നത്, ഇലക്ട്രിക് എന്ന് പറഞ്ഞാൽ അങ്ങനെ തുടങ്ങിയത്. അതുകൊണ്ടാണ് എല്ലാവർക്കും ഒരു മടുപ്പ് ആദ്യമേ. അപ്പോൾ അങ്ങനെ ഞങ്ങൾ മഹീന്ദ്രയുടെ XUV 400 അതൊന്ന് ടെസ്റ്റ് ഡ്രൈവ് ചെയ്യാനായിട്ട് ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ടെസ്റ്റ് ഡ്രൈവ് ചെയ്തപ്പോഴാണ് എനിക്കും എൻ്റെ ഫാദറിനും ഒരു ഇലക്ട്രിക്കൽ വെഹിക്കിൾസിനോടുള്ള ഒരു ഇഷ്ടം ഒരുപാട് കൂടിയത്. അപ്പോൾ നമുക്ക് ഞങ്ങൾ ഹൈ റൈഡർ ടെസ്റ്റ് ഡ്രൈവ് ചെയ്തിട്ട് കുറച്ച് നാൾ കഴിഞ്ഞിട്ടാണ് ഇത് ചെയ്തത്. അപ്പോൾ ഹൈ റൈഡർ ഓടിക്കുന്നതിനേക്കാളും ഭയങ്കര കംഫർട്ടാണ്, ഭയങ്കര സുഖമാണ് അത് ഓടിക്കുമ്പോൾ ഞങ്ങൾക്ക് ഫീൽ ചെയ്തത്. അപ്പോൾ അങ്ങനെ ഞങ്ങളിങ്ങനെ നോക്കിയാൽ ഈ ഒരു നമ്മുടെ ഒരു ബഡ്ജറ്റിൽ ഒരു അറൗണ്ട് ഒരു 30 ലാക്ക് വരുന്ന രീതിയിൽ ഏതൊക്കെ ഇലക്ട്രിക്കൽ വെഹിക്കിൾസ് ഉണ്ട് എന്നുള്ള രീതിയിൽ ഞങ്ങളിങ്ങനെ കുറേ നോക്കി. അപ്പോൾ അന്ന് ആ ഒരു ടൈമിൽ, അതായത് 2023-ലൊക്കെയാണ്, അപ്പോൾ ആ ഒരു ടൈമിൽ MGയുടെ ZCV ആണ് ഞങ്ങൾ നോക്കിയിരുന്ന ആ ഒരു സെഗ്മെന്റിൽ ഉണ്ടായിരുന്ന ഒരു വണ്ടി, അത് മാത്രമേ ഉണ്ടായിരുന്നു. അപ്പോൾ അത് പിന്നെ ഞങ്ങൾ അതിനെക്കുറിച്ച് നോക്കിക്കഴിഞ്ഞപ്പോൾ ആ ഒരു വണ്ടി നെക്സ്റ്റ് ഇയറിൽ, അതായത് 2025-ൽ അപ്ഡേഷൻ വരുന്നുണ്ട്, നെക്സ്റ്റ് ജനറേഷൻ വരുന്നുണ്ടെന്ന് ഞങ്ങളിങ്ങനെ കണ്ടിരുന്നു. അപ്പോൾ നമ്മൾ 24-ൽ എടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ അടുത്ത ഈ വർഷം
നെക്സ്റ്റ് ജനറേഷൻ വരും. Old type നമ്മുടെ ഒരു പഴയ ഒരു ഇതുപോലെ ഇരിക്കും. കോന നോക്കിയില്ലേ? കോന ഞങ്ങൾ കണ്ടിരുന്നു, ടെസ്റ്റ് ഡ്രൈവ് ചെയ്തില്ല. പക്ഷെ അതിന്റെ റിയർ സീറ്റിൽ നമ്മൾ ഇരിക്കുമ്പോൾ ഇങ്ങനെ ഭയങ്കര ഹൈറ്റിൽ തൈസ് ഇങ്ങനെ ഭയങ്കര പൊങ്ങിയിരിക്കും. അപ്പോൾ അതൊരു ഭയങ്കര ഒരു ഡിസ്കംഫർട്ടാണ്. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ ടെസ്റ്റ് ഡ്രൈവ് ചെയ്യാൻ പോലും നിന്നില്ല. പിന്നെ ഞങ്ങൾ നോക്കിക്കഴിഞ്ഞപ്പോൾ ടാറ്റയുടെ കേവ് വരുന്നുണ്ടെന്ന് ഞങ്ങളിങ്ങനെ കണ്ടിരുന്നു. അപ്പം അങ്ങനെ കേവിന് വേണ്ടി ഇങ്ങനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പം അങ്ങനെ കേവ് വന്ന സെയിം ടൈമിലാണ് പെട്ടെന്ന് ഇത് ലോഞ്ച് ചെയ്തത്. ആറ്റോ 3 ഞങ്ങൾ അറിയാവുന്ന ഒരു വെഹിക്കിളാണ്, പക്ഷെ ഞങ്ങൾ നോക്കിയിട്ടുണ്ടായിരുന്നില്ല. കാരണം അന്ന് ഏറ്റവും ടോപ്പ് എൻഡ് മോഡൽ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അതിന് 38 lakh അറൗണ്ട് സംതിങ് ഓൺ റോഡ് വരുന്നത്. അപ്പോൾ നമ്മൾ അത്രയും ബഡ്ജറ്റ് നമുക്ക് കിട്ടുന്നുണ്ടായിരുന്നില്ല. അപ്പോഴാണ് പെട്ടെന്ന് അവർ ഈ ഒരു ആറ്റോ 3യുടെ ഡൈനാമിക് വേരിയൻറ്റ് 50 kilowatt ബാറ്ററിയുടെ ഇത് ലോഞ്ച് ചെയ്തു. അപ്പോൾ ഇത് നോക്കിക്കഴിയുമ്പോൾ 28 ആണ് ഓൺ റോഡ് വരുന്നത്. അപ്പോൾ നമ്മളൊരു ബഡ്ജറ്റിൽ വരുന്ന കാറാണ്. പിന്നെ BYD എന്ന് പറഞ്ഞാൽ വേൾഡിലെ തന്നെ ടെസ്ലയോടും ഈക്വലുണ്ട്, അല്ലെങ്കിൽ ചിലപ്പോൾ അതിനേക്കാളും മുകളിൽ വരുന്ന ഒരു ബ്രാൻഡ് ആയി മാറിക്കഴിഞ്ഞു. പിന്നെ ഇവരുടെ ബാറ്ററി ടെസ്ലയും വരെയും യൂസ് ചെയ്യുന്ന ഇവരുടെ ബാറ്ററിയാണ്. പിന്നെ വേൾഡ് ഏറ്റവും സേഫസ്റ്റ് ആയിട്ടുള്ള ഒരു ബാറ്ററി എന്ന് പറയുന്നതും BYD ആണ്. അപ്പോൾ പിന്നെ ഇവർ ഇലക്ട്രിക്കൽ കാറിൽ മാത്രം കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്ന, അല്ലെങ്കിൽ അതിൽ മാത്രം തന്നെ ചെയ്യുന്ന ഒരു മാനുഫാക്ചേഴ്സാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ പിന്നെ BYD യൂസ് ചെയ്യുന്ന കുറേ ആൾക്കാരോട് നമ്മൾ സംസാരിച്ചു. ഇപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ട് E6 യൂസ് ചെയ്യുന്നുണ്ട്. ഓൾമോസ്റ്റ് ഒരു 2 years ആയിട്ട് യൂസ് ചെയ്യുന്നത്, ഒരു 70,000 kilometers കഴിഞ്ഞ ഒരു വണ്ടിയാണ്. അപ്പോൾ എൻ്റെ ഫ്രണ്ടായിട്ട് സംസാരിച്ചപ്പോഴും വളരെ നല്ലൊരു ഫീഡ്ബാക്കാണ് കിട്ടിയത്. പിന്നെ അറ്റോ 3യുടെ തന്നെ ഓണേഴ്സായിട്ട് നമ്മൾ സംസാരിച്ചിരുന്നു. അപ്പോൾ അതവരും അത്യാവശ്യം നല്ല ഓടി, ഒരു 50,000 60,000 എന്ന് ഓടിയിട്ടുള്ള ഓണേഴ്സായിട്ട് നമ്മൾ സംസാരിച്ചു. ഞാനും ചെയ്തിട്ടുണ്ടായിരുന്നു ഒരു അറ്റോ 3യും E6ഉം കൂടെ ഒരുമിച്ച് യൂസ് ചെയ്യുന്ന ഋത്തിക് എന്ന് പറഞ്ഞിട്ട് സ്റ്റിൽ വെഡിങ് കമ്പനി. അതിനകത്തും കുറച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് രണ്ട് വണ്ടിയുടെയും കമ്പാരിസൺ പറയുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ അങ്ങനെ അപ്പോൾ യൂസ് ചെയ്യുന്ന ആൾക്കാരോടും ചോദിച്ചപ്പോൾ നല്ല ഫീഡ്ബാക്കാണ് കിട്ടുക. അപ്പോൾ പിന്നെ നമ്മൾ ധൈര്യമായിട്ട് ഇതായിട്ട് മുമ്പോട്ട് പോകുക. അങ്ങനെയാണ് ഞങ്ങൾ അറ്റോ 3യിലേക്ക് എത്തിയത്. അങ്ങനെ അറ്റോ 3 സ്വന്തമാക്കിയപ്പോൾ എത്ര പൈസ കൊടുത്തു? നമ്മൾ 28 ആയില്ല, 27.8 lakh ആണ് ആയത്. ആ ഒരു പ്രൈസിന് വർത്ത് വെഹിക്കിളായിട്ട് തോന്നി? പിന്നെ തീർച്ചയായിട്ടും. ഇപ്പോൾ നമ്മൾ ഈ ഒരു പ്രൈസിൽ ഒരു പെട്രോൾ ഓർ ഡീസൽ കാർസ് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു പ്രൈസിൽ ഇത്രയും ഒരു പെർഫോമൻസ് ഉള്ള വേറെ കാറില്ല. ഇപ്പോൾ ഇതിന് പവർ 200 bhp പവറും 300 Nm ടോർക്ക് വരുന്നുണ്ട്. പിന്നെ ഈ ഓടിക്കാനുള്ളൊരു സുഖം, പിന്നെ ഫീച്ചേഴ്സ്. ഇത് അറ്റോ 3യുടെ ബേസ് മോഡലാണ്. പക്ഷേ ബേസ് മോഡലിൽ തന്നെ എല്ലാ ഫീച്ചേഴ്സും ഉണ്ട്. ഒരു ടോപ്പ് എൻഡ് മോഡലിന് ഫീച്ചേഴ്സ് ഉണ്ട്. ഇപ്പോൾ ടോപ്പ് എൻഡ് മോഡലും ഇതും തമ്മിൽ ആകെ അഡാസ് ഇല്ല. പിന്നെ ബാറ്ററിയുടെ ആ ഒരു ഇത് അങ്ങനെ വളരെ കുറച്ച് ഫീച്ചേഴ്സ് ഇതിനുണ്ടോ? അതിനുണ്ട്. പനോരമിക് സൺറൂഫ് ഉള്ളതാണ്. അപ്പോൾ അങ്ങനെ എല്ലാ ലക്ഷറി ഫീച്ചേഴ്സും ഈ ഒരു ബേസ് വേരിയൻറ്റിൽ തന്നെ ഉണ്ട്. അപ്പോൾ ഒരിക്കലും നമുക്ക് ഇതിൻ്റെ അകത്ത് കയറിയാലോ അല്ലെങ്കിൽ പുറത്തുനിന്ന് നോക്കിക്കഴിഞ്ഞാൽ ഒരു ബേസ് വേരിയൻ്റ് ആണ് നമുക്ക് ഒരിക്കലും തോന്നില്ല. അപ്പോൾ തീർച്ചയായിട്ടും അപ്പോൾ ഈ ഒരു പ്രൈസ് പോയിന്റിൽ ഞാൻ വളരെ ഹാപ്പിയാണ്. കാരണം ഈ ഒരു പ്രൈസിൽ ഒരു പെട്രോൾ ഓർ ഡീസൽ കാർസ് നോക്കിക്കഴിഞ്ഞാൽ ഒരിക്കലും ഈ ഒരു ഫീച്ചേഴ്സ് കിട്ടുന്ന അല്ലെങ്കിൽ ഈ ഒരു പെർഫോമൻസ് കിട്ടുന്ന വേറെ കാർ ഇല്ല എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഒരു ബിലോ 30 lakh ഒരു സെഗ്മെന്റിൽ നോക്കുവാണെങ്കിൽ ടോപ്പ് വേരിയൻസ് കിട്ടില്ല. അപ്പോൾ ആ ഒരു പോയിന്റിൽ ഞാൻ വളരെ ഹാപ്പിയാണ്. ഓക്കെ, സോ ഇനി വണ്ടിയുടെ കാര്യങ്ങളിലേക്ക് കിടക്കാം. വണ്ടി എങ്ങനെയുണ്ട്? ലോങ് ഡ്രൈവ് പോയതിൻ്റെ ഒരു എക്സ്പീരിയൻസ്, ചാർജിങ്ങിൻ്റെ റേഞ്ചിൻ്റെയും കാര്യങ്ങളൊക്കെ സംസാരിക്കാം. റേഞ്ച് നമുക്ക് ഒരു ലോങ് പോകുമ്പോഴാണ് എനിക്ക് കൂടുതൽ റേഞ്ച് കിട്ടാറുള്ളത്. ഇപ്പോൾ ഒരു ഹൈവേ ഒരു ലോങ് ഒക്കെ പോവുകയാണെങ്കിൽ നമുക്കൊരു അറൗണ്ട് ഒരു 400 അല്ലെങ്കിൽ 350-400 മിഡിൽ ഉറപ്പായിട്ടും നമുക്ക്. കമ്പനി പറയുന്നത് എത്രയായിരുന്നു? കമ്പനി പറയുന്നത് 420 ആണ് റിയൽ വേൾഡ് റേഞ്ച് ആയിട്ട് പറയുന്നത്. 420 പറഞ്ഞിട്ട് 400 കിട്ടുന്നുണ്ട്. ഒഫീഷ്യലായിട്ട് അവരൊരു 460 സംതിങ് എന്നുള്ള റേഞ്ചും പറയുന്നുണ്ട്. പക്ഷെ അതിനോടൊപ്പം തന്നെ കമ്പനി പറയുന്നത് റിയൽ ലൈഫ് 420 കിട്ടുമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ എനിക്ക് ഒരു അറൗണ്ട് ഒരു 400 തന്നെ ഏകദേശം എനിക്ക് കിട്ടിയിട്ടുണ്ട്. നമ്മൾ തിരുവല്ല നിരണം ആ ഒരു സൈഡിലേക്കൊക്കെ പോകുമ്പോൾ നല്ല റോഡാണ് അവിടെ. അപ്പോൾ ആ ഒരു സൈഡിലേക്ക് പോകുമ്പോൾ നമുക്ക് ഞങ്ങൾ ഫുൾ ചാർജ് ആക്കിയിട്ട് ഞങ്ങൾ തിരുവല്ല പോയതാണ്. തിരുവല്ല അവിടെ കുറച്ച് സ്ഥലങ്ങളൊക്കെ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ പോയിട്ട് തിരിച്ചു വന്നപ്പോൾ 230 kilometers ആയിരുന്നു. അണ്ട് ഞങ്ങൾക്ക് ബാലൻസ് 47% ചാർജ് ഞങ്ങൾക്ക് ബാലൻസ് ഉണ്ടായിരുന്നു. ആ ബാലൻസ് ഫുൾ ട്രൈ ചെയ്ത് നോക്കിയോ? ട്രിപ്പ് തിരിച്ച് ഫുൾ സീറോ ആകുന്നവരെ നമ്മൾ ഏകദേശം ഒരു 10-20% താഴെ ആക്കിയിട്ടുണ്ട്. നമ്മളൊരു 18% വരെ കൊണ്ടുണ്ടായിരുന്നു. അപ്പോൾ ഏകദേശം നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോഴാണ് ഒരു 400 ഓൾമോസ്റ്റ് നമുക്ക് കിട്ടാൻ ചാൻസ്. പിന്നെ സിറ്റിയിൽ മാത്രമായിട്ട് നമ്മൾ ഓടിക്കുമ്പോഴാണ് കുറച്ചൊരു ബിറ്റ്വീൻ 300 and 350 ആ ഒരു റേഞ്ച്. പിന്നെ നമ്മൾ മെയിനായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളതെന്ന് വെച്ചാൽ നമ്മൾ എങ്ങനെ ഓടിക്കുന്നു എന്ന് വെച്ചിട്ടാണ്
ഇതിൻ്റെ റേഞ്ച് ഇരിക്കുന്നത്. ത്രോട്ടിൽ എങ്ങനെ കൊടുക്കുന്നു? ഇപ്പോൾ നമ്മൾ ഒരുപാട് അഗ്രസീവായിട്ട് ഓടിക്കുകയാണെങ്കിൽ നമുക്കൊരു ഇപ്പം ഞാൻ ആദ്യം വണ്ടി മേടിച്ച സമയത്ത് നമുക്ക് ഓടിച്ചപ്പോൾ ഞങ്ങൾക്കൊരു ബിലോ 300 ഒക്കെയാണ്. ഓടിച്ചതിന്റെ അല്ല, നമുക്കൊരു പെട്രോൾ ആൻഡ് ഡീസൽ കാർ ഓടിക്കുന്ന പോലെ അല്ല നമുക്കൊരിക്കലും ഇലക്ട്രിക്കൽ കാർ ഓടിക്കേണ്ടത്. അപ്പോൾ നമ്മൾ ആ ഒരു ആക്സിലേഷൻ കൊടുക്കുന്നതിന് ആ ഒരു രീതിയുണ്ട്. അപ്പോൾ നമ്മൾ പെട്ടെന്ന് ഒറ്റയടിക്ക് ഇങ്ങനെ ആക്സിലേഷൻ കൊടുത്തു കഴിഞ്ഞാൽ അതനുസരിച്ച് നല്ലോണം പവർ കൺസപ്ഷൻ ഉണ്ടാവും. അപ്പോൾ നമ്മൾ ആ ഒരു ശരിക്കും ആ ഇലക്ട്രിക്കൽ വെഹിക്കിൾ ഓടിക്കുന്നത് ആ ഒരു രീതിയിലായി കഴിഞ്ഞാൽ നമുക്ക് നല്ല രീതിയിൽ നല്ല റേഞ്ചൊക്കെ കിട്ടും. ഇപ്പം മാക്സിമം കിട്ടിയത് 400 ആണ്. ഒരു 400 അറൗണ്ട് നമുക്ക് കിട്ടിയത്. ആവറേജ് കിട്ടാറുള്ളത് സിറ്റി യൂസിലും ഒരു ആവറേജ് പറയുകയാണെങ്കിൽ ഒരു 350 നമുക്ക് പറയാം. 350 താഴെ പോയിട്ടേ ഇല്ല. 350 താഴെ പോയിട്ടുണ്ട്. ആ ഒരു സിറ്റി മാത്രമായിട്ട് നമ്മളൊക്കെ പോവുകയാണെങ്കിൽ സിറ്റി 300 320 ആ റേഞ്ചിലൊക്കെ കിട്ടും. ഈ പറഞ്ഞത് എക്കോ മോഡിൽ സിറ്റി മോഡിൽ ഏത് മോഡിലായിരുന്നു? അല്ല, ഞാൻ കൂടുതൽ നോർമൽ മോഡിലാണ്. ഇപ്പം നമുക്ക് എക്കണോമി നോർമൽ മോഡും തമ്മിൽ ഇപ്പം നമുക്ക് 3 മോഡ്സാണ് ഉള്ളത്. എക്കണോമി, നോർമൽ, പിന്നെ സ്പോർട്ട് മോഡാണ് ഉള്ളത്. അപ്പോൾ എക്കണോമി നോർമലും തമ്മിൽ വലിയ റേഞ്ച് ഡിഫറൻസ് എനിക്ക് അങ്ങനെ ഫീൽ ചെയ്തിട്ടില്ല. അപ്പോൾ ഞങ്ങൾ നോർമൽ മോഡിൽ ഹൈ മറ്റേ റീജനറേഷൻ ഹൈയിലാണ് ഇടുന്നത്. സ്പോർട്ടിന്റെ ആവശ്യം വരുന്നില്ലായിരിക്കും. സ്പോർട്ടിന്റെ ആവശ്യം അങ്ങനെ ഞാൻ ട്രൈ എങ്ങനെയുണ്ടെന്ന് നോക്കാൻ വേണ്ടി ട്രൈ ചെയ്തിട്ടുണ്ട്. പക്ഷെ അങ്ങനെ അതിന്റെ ആവശ്യമില്ല. അല്ലാതെ എക്കണോമിയിൽ തന്നെ അത്യാവശ്യം പവർ ഉണ്ട്. അതൊരിക്കലും ഒരു അണ്ടർ പവർ ആയിട്ട് എനിക്ക് ഒരിക്കലും ഫീൽ ചെയ്തിട്ടില്ല. അപ്പോൾ നോർമലും നോർമൽ തന്നെ അത്യാവശ്യം ആവശ്യത്തിലധികം പവർ ഉണ്ട്. അപ്പോൾ പവറിൻ്റെ കാര്യത്തിലൊന്നും ബുദ്ധിമുട്ടില്ല. ബാക്കി യാത്ര കംഫർട്ടിൻ്റെ കാര്യം, ഫാമിലി ആയിട്ട് യാത്ര ചെയ്യുമ്പോൾ റിയർ സീറ്റിലിരിക്കുന്നവർക്കും ഒക്കെയുള്ള കംഫർട്ട് എങ്ങനെയുണ്ട്? തീർച്ചയായും റിയർ സീറ്റ് നമുക്ക് ഒരു 3 പേർക്ക് സുഖമായിട്ട് ഇരിക്കാം. പിന്നെ റിയർ ബോട്ടം ഒരു ഫ്ലാറ്റ് ആയിട്ടാണ് ഇരിക്കുന്നത്. പിന്നെ അത്യാവശ്യം വിട്ടുണ്ട് കാറിന്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഒരു 1.87 മീറ്റർ വിട്ടുള്ള ഒരു കാറാണ്. കണ്ടു കഴിഞ്ഞാൽ നോർമൽ കോമ്പാക്ട് സൈസ് തന്നെ ഉള്ളൂ. ഇപ്പോൾ ക്രെറ്റ, സെൽട്ടോസ്, ഹൈറൈഡർ അതിനേക്കാളൊക്കെ വിട്ട് ഇതിന് കൂടുതൽ, ലെങ്ത്തും കൂടുതലുണ്ട്. അപ്പോൾ വിട്ട് കൂടുതലുള്ളത് ശരിക്കും ആ ഒരു ബാക്കിൽ 3 പേർക്ക് സുഖമായിട്ട് ഇരിക്കാൻ പറ്റും. ഹെഡ് റൂം ആണെങ്കിലും ലെഗ് സ്പേസ് ആണെങ്കിലും തൈ സപ്പോർട്ട് അതൊക്കെ നമുക്ക് ഒരിക്കലും നമുക്കൊരു കുറവായിട്ട് അങ്ങനെ എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല. പിന്നെ ഫ്രണ്ടിലെ സീറ്റ് എനിക്ക് കുറച്ചും കൂടി എടുത്തു പറയണ്ട. കുറച്ചും കൂടി നമ്മൾ ഒതുങ്ങിയിരിക്കുന്ന ഒരു ശരിക്കും അങ്ങനെ അത് എനിക്ക് തോന്നിയില്ല. അത് ഈ സെഗ്മെന്റിലുള്ള മറ്റുള്ള കാറിൽ എനിക്ക് അങ്ങനത്തെ ഒരു ഫീൽ എനിക്ക് കിട്ടിയില്ല. ശരിക്കും നമുക്കൊരിക്കലും ഇപ്പോൾ ഒരു ടേൺ ഒക്കെ എടുക്കുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങനെ അങ്ങനത്തെ ഒന്നും വരില്ല ബോഡി റോൾ. അപ്പോൾ അത് അങ്ങനെ കുറവാണ്. ഫ്രണ്ടിൽ നല്ല ഇരിക്കുമ്പോൾ സീറ്റിൽ നല്ല ടൈറ്റ് ആയിട്ട് ഇങ്ങനെ ഇരിക്കുന്ന ഒരു കംഫർട്ടായിട്ട് എനിക്ക് തോന്നിയില്ല. സീറ്റ് വെന്റിലേഷൻ ഇല്ലല്ലോ ഇതിന്? സീറ്റ് വെന്റിലേഷൻ ഇല്ല. അതൊക്കെയാണ് നെക്സ്റ്റ് വേരിയൻസിൽ വരുന്നത്. പിന്നെ എത്ര കിലോമീറ്റർ വരെ ദൂരം പോയിട്ടുണ്ട്? ഞങ്ങൾ അറ്റ് എ സ്ട്രെച്ച് ഞങ്ങൾ പോയിട്ടുള്ള ഓൾമോസ്റ്റ് ഒരു 150-200 സ്ട്രെച്ച് നമ്മൾ പോയിട്ടുള്ളത്. അപ്പം റേഞ്ച് ആങ്സൈറ്റിയെ പറ്റിയൊക്കെ അറിയാനായിരുന്നു. അങ്ങനെ എത്തും മീൻസ് ആ ഒരു ബുദ്ധിമുട്ട് തോന്നാറുണ്ട്? ലോങ് ഒക്കെ പോകുമ്പോൾ ഞാൻ പറഞ്ഞില്ലേ, ഓൾമോസ്റ്റ് ഒരു 350-നും 400-നും നമുക്ക് ഇടയിൽ ഉറപ്പായിട്ടും കിട്ടും ലോങ് പോവാണെങ്കിൽ. അപ്പോൾ ഞങ്ങളുടെ ഒരു യൂസ് അനുസരിച്ച് ഞങ്ങൾ ഒരു ദിവസം ഒരു 350 അത്ര അങ്ങനത്തെ ഒരു ട്രാവലിംഗ് നമുക്കില്ല. നമുക്ക് കേരളത്തിൽ തന്നെയാണ് ഫുൾ ട്രാവലിംഗ് ഉള്ളത്. അപ്പോൾ അതെന്തായാലും ഒരു 300 മാക്സിമം പോയി കഴിഞ്ഞാൽ 300-350 ആ ഒരു റേഞ്ചിൽ നിൽക്കുന്ന രീതിയിലാണ് നമ്മളുടെ ഓട്ടമുള്ളൂ. ഇതിപ്പോൾ ഇതുവരെയും യൂഷ്വലി നമുക്ക് അങ്ങനെയാണ് വന്നിട്ടുള്ളത്. അപ്പം ചാർജിങ്ങിൻ്റെ കാര്യം എങ്ങനെ സോർട്ട് ഔട്ട് മീൻസ് ചെയ്യുന്നു? വീട്ടിൽ തന്നെയാണോ? ഞങ്ങൾ വീട്ടിൽ തന്നെയാണ് ചെയ്യുന്നത്. ഇപ്പോൾ നമുക്ക് ഇതിൻ്റെ കൂടെ നമുക്കൊരു 7.5 kW ഒരു ചാർജർ അവർ ഫ്രീ ആയിട്ട് നമുക്ക് തന്നിട്ടുണ്ട്. ഇൻക്ലൂഡഡ് ആയിരുന്നു. അപ്പോൾ ഞാൻ വീട്ടിൽ തന്നെയാണ് ഇതുവരെ ചെയ്തിട്ടുള്ളത്, പുറത്ത് പോയി ചെയ്തിട്ടില്ല. അപ്പോൾ ഒന്ന് ട്രൈ ചെയ്യണമെന്നുണ്ട്. വീട്ടിൽ നമുക്ക് ചെയ്യുമ്പോൾ നമുക്കൊരു 0 to 100 ഓൾമോസ്റ്റ് ഒരു 8 hours എന്നൊക്കെ വേണമെങ്കിൽ പറയാം. ഒരു 6 to 8 hours. അത് നമ്മളുടെ ഒരു 0 to 100 0 to 100 വരെ പോകാറില്ല. നമ്മളൊരു 20 ഒക്കെ ആകുമ്പോഴേക്കും ചാർജ് ചെയ്യാൻ ഇടും. 20 to 80 മതിയല്ലോ കൂടുതൽ സമയം. അതെ, ഞങ്ങൾ 20 to 100 ആകുന്നവരെ 100 വരെ നമ്മൾ ഉറങ്ങുന്നതിന് മുമ്പ് ചാർജ് ചെയ്യാൻ ഇടും. രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഒരു അങ്ങനത്തെ ആ രീതിയിലാണ് പോയിക്കൊണ്ട്. 20 to 80 എത്ര ടൈം കൊണ്ടാകുന്നുണ്ട്? അതേ ഏകദേശം നമ്മൾ 20 to 80 അങ്ങനെ നോക്കിയിട്ടില്ല. എന്നാലും ഏകദേശം ഒരു 4 hours കൊണ്ട് നമുക്ക് ആവും. 4 hours വേണ്ടെന്ന് എനിക്ക് തോന്നുന്നു. എന്തായാലും 20 to 100 ഒരു 6 hours കൊണ്ട് ഏകദേശം ആവാറുണ്ട്. നമുക്ക് പക്ഷെ അതൊരു ബുദ്ധിമുട്ടായിട്ട് തോന്നിയിട്ടില്ല. കാരണം നമ്മൾ രാത്രി വീട്ടിൽ പോകുന്നു, ചാർജ് ചെയ്യാനിടുന്നു, രാവിലെ എഴുന്നേൽക്കുമ്പോൾ നമുക്ക് അങ്ങനെ ആ ഒരു സിസ്റ്റമാണ് നമ്മളിപ്പോൾ. അതുപോലെ സോളാർ ആണോ വീട്ടിൽ? വീട്ടിൽ സോളാർ. അപ്പോൾ എക്സ്പെൻസ് ഇല്ല. ഇപ്പോൾ 0 കോസ്റ്റിലാണ് നമ്മളിപ്പോൾ റൺ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ സർവീസിൻ്റെ കാര്യങ്ങളൊക്കെ അറിയണം നമുക്ക്. റിയർ സൈഡിൽ പോയിട്ട് ഒക്കെ ചോദിക്കാം. ഇനിയും സർവീസിൻ്റെ കാര്യമാണ് ചോദിക്കാനുള്ളത്. സർവീസിന് എത്ര കോസ്റ്റ് വരും? ഫസ്റ്റ് സർവീസ് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു? ഫസ്റ്റ് സർവീസ് ഫ്രീ ആയിരുന്നോ? ഫസ്റ്റ് സർവീസ് ഫ്രീ ആയിരുന്നു. എത്ര സർവീസ് വരെ ഉണ്ട്?
നമുക്ക് അല്ല ഒരു സർവീസ് മാത്രമേ ഫ്രീ ആയിട്ടുള്ളൂ. ഇനിയിപ്പോൾ ഇനി വരുന്ന സർവീസ് ഒന്നെങ്കിൽ ഇയർലി വൺസ് അല്ലെങ്കിൽ 20,000 വെച്ചിട്ടാണ് നമുക്ക് സർവീസ് വരുന്നത്. അതും പറയുന്നില്ല, വേറെ 2-3 ഓണേഴ്സായിട്ടൊക്കെ ഡിസ്കസ് ചെയ്തപ്പോൾ ഒരു 2,000, 2,500, 3,000 മാക്സിമം 4,500 വരെയും പറഞ്ഞു കേൾക്കുന്നുണ്ട്. അതെ അതെ, മാക്സിമം ഞാൻ കേട്ടിരിക്കുന്നത് ഇപ്പോൾ 4,500 ആണ്. അതിന് മുകളിലേക്ക് ഞാൻ കേട്ടിട്ടില്ല. ഒരു 4 പേരായിട്ട് 2-3 ഓണേഴ്സായിട്ട് സംസാരിച്ചിരുന്നു. ഓക്കെ, അതുപോലെ ഒരു കൺസേൺ വരേണ്ട കാര്യമാണ് ടയറിന്റെ എക്സ്പെൻസ്, ടയറിന്റെ മൈലേജ്, അതൊക്കെ എങ്ങനെയുണ്ട് തിരക്കി കഴിഞ്ഞപ്പോൾ? ഏകദേശം ഒരു 30,000 കിലോമീറ്ററിൽ ടയർ ചേഞ്ച് ചെയ്യേണ്ടി വരും എന്നാണ് ഞാൻ കേട്ടത്. ഓക്കെ, ഇത് 18 ഇഞ്ച് ടയേഴ്സ് അല്ലേ? അതെ അതെ, 18 ഇഞ്ച് ടയേഴ്സ് ആണ്. അത്യാവശ്യം കോസ്റ്റ് അത്യാവശ്യം കുറച്ച്, അതാണ് ഒരു ഡ്രോബാക്ക് ആയിട്ട്, വൺ ഓഫ് ദി ഡ്രോബാക്സ് ആയിട്ട് വേണമെങ്കിൽ അത് വേണമെങ്കിൽ പറയാം. പിന്നെ എല്ലാം നമ്മുടെ ഡ്രൈവ് ചെയ്യുന്ന ഒരു ഇതനുസരിച്ചിരിക്കും. അത്യാവശ്യം കുഴപ്പമില്ലാത്ത നല്ല രീതിയിൽ ഡ്രൈവ് ചെയ്യുകയാണെങ്കിൽ എയർ പ്രഷറും കാര്യങ്ങളൊക്കെ നമുക്ക് മോണിറ്റർ ചെയ്യണം കറക്റ്റായിട്ട്. പ്രത്യേകിച്ച് EV ആയതുകൊണ്ട് എയർ പ്രഷർ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം റേഞ്ച് ഇപ്പോൾ എയർ പ്രഷർ വളരെ കുറവാണെങ്കിൽ അത് റേഞ്ചിനെ എഫക്ട് ചെയ്യാനായിട്ടും ചാൻസസ് ഉണ്ട്. നമുക്ക് പിന്നെ ഇത് തന്നെ അറിയാൻ പറ്റും. അതിൻ്റെ അതിൽ തന്നെ നമുക്ക് പ്രഷർ എത്രയാണെന്ന് നമുക്ക് അറിയാൻ പറ്റും. ഓക്കെ, സർവീസിന്റെ കാര്യത്തിൽ വേറെ പ്രശ്നങ്ങളൊന്നും നോക്കണ്ടില്ല. ഇതുവരെയായിട്ടും അങ്ങനെ ഉള്ളതായിട്ട് കേട്ടിട്ടില്ല. ഓക്കെ, ഇനിയും നെഗറ്റീവ്സ് കുറച്ച് ചോദിക്കാനുണ്ട്. നെഗറ്റീവ്സിനകത്ത് എന്തെങ്കിലും കണ്ടുപിടിച്ചോ ഈ ഒരു കുറച്ച് കാലയളവിൽ കൊണ്ട്? നമുക്ക് ഇപ്പോൾ ഒരു 2-3 നെഗറ്റീവാണ് തോന്നിയിട്ടുള്ളത്. ഒന്ന്, നമുക്ക് AC-യുടെ ഒരു കുറച്ച് കൂളിംഗ് കുറവുള്ള പോലെ ഫീൽ ചെയ്തിട്ടുണ്ട്. ഓക്കെ, കുറച്ചും കൂടി അത് നമുക്ക് ഇവിടെ നമ്മൾ കാറിൽ നമ്മളോടൊപ്പം ട്രാവൽ ചെയ്യുന്നവരും പറഞ്ഞിട്ടുണ്ട്. AC കുറച്ച് ഇപ്പം നമ്മൾ നേരത്തെ യൂസ് ചെയ്തിരുന്ന കാറുകളൊക്കെ ആയിട്ട് കുറച്ച് കുറവുള്ള പോലെ അതെനിക്കും ഫീൽ ചെയ്തിട്ടുണ്ട്. അതൊരു നെഗറ്റീവായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. പിന്നെ ഈ ബാക്കിൽ നമ്മൾ ഡ്രൈവ് ചെയ്യുമ്പോൾ അകത്ത് മിററിൽ നിന്ന് നമുക്ക് ഈ ഇവിടെ നിന്നുള്ള വ്യൂ ഉണ്ടല്ലോ, അത് അത്രയും കറക്റ്റായിട്ട് നമുക്ക് ക്ലിയർ അല്ല, കുറച്ച് വിസിബിലിറ്റി. കാരണം ഇവിടെ കുറച്ചിങ്ങനെ ഈ ഒരു ഗ്ലാസിന്റെ സൈസ് കുറച്ച് കുറവാണ്. പിന്നെ ആ ഹെഡ് റെസ്റ്റും ഫുൾ ആ ഹെഡ് റൂം വരെ ഉണ്ട്. അപ്പൊ അതുകൊണ്ടാണ് തോന്നുന്നു കുറച്ച് ആ വ്യൂ കുറച്ച് ഒരു പ്രശ്നമുണ്ട്. ഔട്ട്സൈഡ് റിയർ മിറർ വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വരും. ഞാൻ കൂടുതലും അതാണ് യൂസ് ചെയ്യുന്നത്. എനിക്ക് പിന്നെ പേഴ്സണലി വലിയ കുഴപ്പമില്ല, കാരണം ഞാൻ അകത്താ മിറർ അധികം ഡ്രൈവ് ചെയ്യുമ്പോൾ യൂസ് ചെയ്യാറില്ല. അപ്പൊ പിന്നെ ഒരു ഡോർ ഓപ്പൺ ചെയ്യുമ്പോൾ അതിന്റെ അവിടെ ഒരു ചെളി പിടിക്കുന്ന ഒരു കർവിനുണ്ടായിരുന്നില്ല. ഓക്കെ, അത് എനിക്ക് കൂടുതലും തോന്നിയിട്ടുള്ള ഈ റെയിനി സീസണിലാണ് അതിന്റെ മെയിൻ പ്രശ്നം. അത് കാരണം റോഡിലൊന്നും ചെളിയായിരിക്കും. അപ്പൊ ആ ഒരു ഇതെല്ലാം ഫുൾ നമുക്ക് ഉള്ളിൽ നിന്ന് കാണാൻ പറ്റില്ല, ഡോർ ഓപ്പൺ ചെയ്താൽ മാത്രമേ അത് കാണാൻ പറ്റുള്ളൂ. അപ്പൊ അതെപ്പോഴും നമ്മൾ വാഷ് ചെയ്യുമ്പോൾ അത് ക്ലീൻ ചെയ്ത് വിടണം. വേറെ ആൾക്കാരോട് ചോദിച്ചോ, അവർക്ക് സെയിം ഇഷ്യൂ ഉണ്ടോ? സെയിം ഇഷ്യൂ ഉണ്ട്. ഞാനപ്പോൾ ഷോറൂമിലും അവരായിട്ട് ഡിസ്കസ് ചെയ്തായിരുന്നു ഇതിന് നമുക്ക് വേറെ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെന്ന്. അവരും വേറെ ഒരു ഓപ്ഷൻസ് ഇല്ലെന്നുള്ള രീതിയിലാണ് പറഞ്ഞത്. കാരണം ഇതിന്റെ ഡോറിന്റെ ഒരു ഡിസൈൻ അങ്ങനെയാണ്. പിന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല. അങ്ങനെ 2-3 നെഗറ്റീവ്സും ഉണ്ട്. സോ ഇന്റീരിയറിൽ കയറി, വണ്ടിയുടെ ഇന്റീരിയർ കണ്ടു കഴിഞ്ഞാൽ ആരെങ്കിലും പറയും ഇതൊരു സ്റ്റാർട്ടിങ് വേരിയൻ്റ് ആണെന്ന്. ഒരു 30 lakhs വണ്ടിയാണ് എങ്കിലും അവരുടെ അവരായിട്ട് ബഡ്ജറ്റ് വേരിയൻറ്റിൽ കൊണ്ടുവന്നതാണ്. പക്ഷേ ടോപ്പ് വേരിയൻ്റ് ഇതും തമ്മിൽ എന്തൊക്കെ വ്യത്യാസമുണ്ട്? ഭയങ്കര നോട്ടീസബിൾ ആയിട്ടുള്ള ഒരു ചേഞ്ചും കാണാനില്ല. കാരണം പനോരമിക് സൺ റൂഫ് വരെ ഉണ്ട്, സീറ്റിൻ്റെ കളർ കോമ്പിനേഷൻസും ഇന്റീരിയറിലെ ഈ പരിപാടിയൊക്കെ, ഇതൊക്കെ നമ്മുടെ BYD ആണ് ഇൻട്രൊഡ്യൂസ് ചെയ്തത് നമ്മുടെ ഇന്ത്യൻ മാർക്കറ്റിൽ. ഭയങ്കര കൂൾ ഫീച്ചർ അല്ലേ? വലിയ യൂസ്ഫുൾ ആണോന്ന് അറിയില്ല, എങ്കിലും ഒരു ഭംഗിയുണ്ടല്ലേ? യൂസ്ഫുൾ ആണോ ശരിക്കും പ്രോഡക്റ്റ് യൂസ്? അങ്ങനെ വലിയ യൂസ് ഇല്ല, പക്ഷെ എന്നാലും ഒരു വെറൈറ്റിയാണ്, വേറെ കാണുന്നവർക്ക് ഒരു വൗ ഫാക്ടർ ആണ്. ഓക്കെ, അതുപോലെ കുറേ ഫീച്ചേഴ്സ് ഉണ്ട്. നമ്മുടെ ഗിയർ ലിവേഴ്സും അതുപോലെ AC വെൻസും സ്റ്റിയറിങ്ങിലുള്ള എല്ലാ സ്വിച്ചസും അതേപോലെ തന്നെ ഇതിലും ഉണ്ട്. അഡാസ് ഫീച്ചേഴ്സ് ഒന്നും ഇല്ല, എങ്കിലും ആ സ്വിച്ചസ് എല്ലാം ആ രീതിയിൽ വെച്ചാൽ നമ്മൾ ഇപ്പോൾ ഇതിന്റെ ബേസ് വേരിയന്റ് ആണ്. പക്ഷേ ഇപ്പോൾ 3 വേരിയൻസ് ഉണ്ട്, ഡൈനാമിക്, പ്രീമിയം, സുപ്പീരിയർ. ഓക്കെ, ഇപ്പോൾ ഏത് വേരിയന്റിന്റെ അകത്ത് കയറി കഴിഞ്ഞാലും നമ്മൾ ഏത് വേരിയന്റിലാണ് കയറിയതെന്ന് നമുക്കൊരിക്കലും മനസ്സിലാവില്ല. കാരണം നമുക്ക് നോട്ടീസ് ചെയ്യാൻ പറ്റുന്ന വിസിബിളി അങ്ങനെ വേറെ ഒരു ഡിഫറൻസും ബേസ് വേരിയന്റും ടോപ്പ് വേരിയന്റും തമ്മിലില്ല എന്നുള്ളതാണ് സത്യം. പിന്നെ നമുക്ക് ഡിഫറൻസ് ഉള്ള അഡാസ് ഇല്ല, പിന്നെ ബാറ്ററിയുടെ ഒരു ഡിഫറൻസ്, പിന്നെ ബാക്കിൽ മറ്റേ നമ്മൾ ബൂട്ട് ഓപ്പൺ ചെയ്യുന്നത് ഇത് മാനുവലി ഓപ്പൺ ചെയ്യണം, മറ്റേത് ടെയിൽ ഗേറ്റ്സ് ആണ്. അപ്പം അങ്ങനത്തെ ഒരു കുറച്ച് ഡിഫറൻസ് മാത്രമേ ഉള്ളൂ. നമ്മൾ ഇന്റീരിയറിലോ എക്സ്റ്റീരിയറിലോ നമുക്ക് വിസിബിളി നമുക്ക് ഒന്നും തന്നെ നമുക്ക് ഏത് വേരിയന്റ് ആണെന്ന് അറിയണമെങ്കിൽ ഒന്നും നമുക്ക് അലോയുടെ ഡിസൈനിൽ ഡിഫറൻസ് ഉണ്ട്.
ഓക്കെ. അത് മാത്രം നോക്കി കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ പറ്റും. ടോപ്പിനും 19 ഇഞ്ചാണോ 18 ഇഞ്ച് തന്നെയാണോ? അത് 18 ഇഞ്ച്. പക്ഷേ അലോയുടെ ഡിസൈനിൽ ഡിഫറൻസ് ഉണ്ട്. ഓക്കെ. അതാണ് ഇതും ഇതിന് മുകളിലുള്ള 2 വേരിയൻസും തമ്മിലുള്ള ഡിഫറൻസ് ഉള്ള വ്യത്യാസം. പക്ഷേ ഒരു എത്രയും 10 lakhs-ഓളം വ്യത്യാസം, 5 to 10 lakhs-ന്റെ ഡിഫറൻസ് ഉണ്ട്. ഓക്കെ, നമുക്ക് ചെറിയൊരു ഡ്രൈവ് എടുക്കാം. ഇലക്ട്രിക്കൽ സീറ്റ്സ് ആണ് വന്നിരിക്കുന്നത്. അതും കോ ഡ്രൈവറിന്റെയും അത് തന്നെയാണ്. ഇതിനകത്ത് ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റില്ല എന്നുള്ള ഡിഫറൻസ് ആണ്. കോ ഡ്രൈവറിന് കൊടുത്തതാണ് എനിക്ക് സർപ്രൈസ് ആയി പോയത്. പിന്നെ വയർലെസ് ചാർജിങ് ഉണ്ട്. വയർലെസ് ചാർജിങ് ഉണ്ട്. സ്പീക്കർ ക്വാളിറ്റി ഒക്കെ എങ്ങനെ ഫീൽ ചെയ്യുന്നു? സ്പീക്കർ ക്വാളിറ്റി കുഴപ്പമില്ല, ഭയങ്കര അടിപൊളി എന്ന് പറയാൻ പറ്റില്ല, എന്നാലും കുഴപ്പമില്ല. ഞങ്ങൾ നേരത്തെ യൂസ് ചെയ്തിരുന്ന കാറായിട്ട് നോക്കുമ്പോൾ അതായിട്ട് കുറച്ചുകൂടെ ബെറ്റർ ആണ്. ഓക്കെ. ബാക്കിൽ സീറ്റ് ബെൽറ്റ് അലാം ഉള്ളതുകൊണ്ടാണ് ഒരു ബെൽറ്റ് ഇട്ട് വെച്ചേക്കുന്നത്. അതെ, ബാക്കിൽ സീറ്റ് ബെൽറ്റ് അല്ല, ലോഡ് സെൻസേഴ്സ് ഇല്ല. അതെ, 3 പാസഞ്ചേഴ്സും സീറ്റ് ഉണ്ട്. ഓക്കെ. അതുപോലെ റിക്വസ്റ്റ് സെൻസേഴ്സ് ഉണ്ടോ 2 സൈഡിലും? അത് ഡ്രൈവറിന്റെ സൈഡിൽ അതൊരു ഡിസഡ്വാൻറ്റേജ് ആയിട്ട് നമുക്ക് പറയാം. കാരണം ഡ്രൈവറിന്റെ സൈഡിൽ മാത്രമേ റിക്വസ്റ്റ് സെൻസർ ഉള്ളൂ. ഈ പ്രൈസിൽ കോസ്റ്റ് കട്ട് ചെയ്യേണ്ട ആവശ്യമില്ല, ചെയ്യാൻ പാടില്ല. ഓക്കെ. പിന്നെ അതുപോലെ വെന്റിലേറ്റഡ് സീറ്റ്സും വേണമെങ്കിൽ കൊടുക്കാമായിരുന്നു എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഇത് പ്രൈസിൽ വേറെ അല്ലെങ്കിൽ ഇതിലും കുറഞ്ഞ ചില കാറിലൊക്കെ വേറെ വെന്റിലേറ്റഡ് സീറ്റ്സ് പ്രൊവൈഡ് കൊടുക്കുന്നുണ്ട്. പിന്നെ ഈ പറയുന്ന പോലെ കുറച്ച് ലീനിയർ ആയിട്ടാണ് കയറുന്നതല്ലേ പവർ? ഒരു പെട്ടെന്ന് ഒരു സഡൻ ആയിട്ടുള്ള ഒരു പവർ കയറുന്ന വണ്ടിയല്ല. കുറച്ച് ലീനിയറാ. മറ്റേ പല ഇലക്ട്രിക് ഇപ്പം XUV 400 ഓടിച്ചപ്പോൾ കുറച്ചുകൂടെ സഡൻ ആയിരുന്നു. അതിൻ്റെ അത് പിന്നെ എനിക്ക് തോന്നിയിട്ട് XUV 400 ഈ എക്കണോമി ഇതിന് മോഡുണ്ടല്ലോ, ഇതിന് കുറഞ്ഞ മോഡലിൽ നമുക്ക് വലിയ പവർ തോന്നില്ല. പക്ഷെ ഇതിൻ്റെ അകത്ത് ഇപ്പോൾ നോർമലാണ് ഇട്ടിരിക്കുന്നത്. എക്കണോമിയിൽ അത്യാവശ്യം വലിയ കുഴപ്പമില്ലാത്തൊരു പവർ തോന്നുന്നു. ഓക്കെ. പിന്നെ ക്യാമറ ക്വാളിറ്റി എങ്ങനെയുണ്ട്? ക്യാമറ ക്വാളിറ്റി അത് എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. കാരണം ഭയങ്കര ക്ലിയർ ആണ് ക്യാമറ. നമുക്കിപ്പോൾ രാത്രിയാണെങ്കിലും ഒരു ഡേ ടൈമിലാണെങ്കിലും ചിലപ്പോൾ ഈ ചില കാറിലൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്, സൺലൈറ്റിന്റെ ആ ഒരു റിഫ്ലക്ഷൻ കൊണ്ട് നമുക്ക് അത്രയും ക്ലിയർ ആയിരിക്കും. പക്ഷെ ഇത് ഭയങ്കര, അത് ഒരു വലിയൊരു അഡ്വാൻറ്റേജ് തന്നെയാണ്. ഫിൽറ്റേഴ്സ് ഒക്കെ ഉണ്ടാവും ചിലപ്പോൾ. അതെ. പിന്നെ ഒരുപാട് പല വ്യൂസ് ഉണ്ട് ക്യാമറയിൽ. സൈഡ് വ്യൂ, ബാക്ക്, അങ്ങനെ സൈഡിൽ തന്നെ 2-3 ടൈപ്പ് സൈഡ് വ്യൂസ് നമുക്ക് കാണാം. ഓക്കെ. എല്ലാം നല്ല ക്വാളിറ്റിയോടുകൂടിയുള്ള ക്യാമറ, നല്ല ക്വാളിറ്റിയാണ്. പിന്നെ ഈ ഫ്രണ്ടിലെ MID ചെറുതാക്കിയതിൽ പരാതി ഉണ്ടോ അതോ ഓക്കെ ആണോ? അതും എനിക്ക് തോന്നിയിട്ടുണ്ട്, അത് കുറച്ചും കൂടി വലുതായിരുന്നുവെങ്കിൽ എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഇപ്പൊ സീലിന്റെ ഒക്കെ കുറച്ചും കൂടി വലുതാണ്. ഒരു റെക്ടാംഗിൾ ഷേപ്പിലാണ് സീലിന്റെ. ഓക്കെ. അതെനിക്ക് കുറച്ചും കൂടി ഇഷ്ടപ്പെട്ടായിരുന്നു. പക്ഷെ അതിൽ കുഴപ്പമില്ല. ഇത് ഇൻഫർടൈൻമെന്റ് വലിയ ഒരെണ്ണം കൊടുത്തു, ഇൻഫർടൈൻമെന്റ് വലുത് കൊടുത്തു, കുറച്ച് ചെറുതാക്കി പോയി. ഓക്കെ. പിന്നെ വേറെ അട്രാക്ട് ചെയ്ത ഫീച്ചേഴ്സ് എന്തൊക്കെയാണ് ഇതിൽ? അട്രാക്ട് ചെയ്ത ഫീച്ചേഴ്സ് ഒന്നും നമുക്ക് ഞാൻ പറഞ്ഞില്ല, നേരത്തെ പറഞ്ഞ പോലെ ഇതിന്റെ ഒരു കോ ഡ്രൈവറിന്റെ സീറ്റിൽ ഇരിക്കുമ്പോൾ ആ ഒരു കംഫർട്ട്, ശരിക്കും ഒരു ടൈറ്റ് ആയിട്ടുള്ളൊരു ഇതെന്ന് വെച്ചാൽ അങ്ങനെ നമുക്ക് ഡിസ്കംഫർട്ട് അല്ല, ഭയങ്കര നമ്മളെ ഹഗ് ചെയ്ത് ഫീലാണ്. പിന്നെ ബാക്ക് സീറ്റിൽ 3 പേർക്ക് സുഖമായിട്ടിരിക്കാം. പിന്നെ ഈ ഡിസ്പ്ലേ ഒക്കെ നല്ല വലിയ ഡിസ്പ്ലേ ആണ്. പിന്നെ സീറ്റ്സിന്റെ ഒരു ക്വാളിറ്റി നമ്മൾ എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. കാരണം ലെതർ സീറ്റാണ്, പക്ഷെ നല്ല ഒരു ഭയങ്കര സോഫ്റ്റ് ആണ് സീറ്റൊക്കെ. വെന്റിലേറ്റഡ് ആണെന്ന് തോന്നും കാണുമ്പോൾ അല്ലേ? അതെ, കാണുമ്പോൾ വെന്റിലേറ്റഡ് തോന്നും. അതുപോലെ ഇതിന്റെ ഒരു ഭയങ്കര ക്വാളിറ്റി ഉള്ള ഒരു ലെതറാണ് അവർ യൂസ് ചെയ്തിരിക്കുന്നത്. പിന്നെ സസ്പെൻഷൻ അടിപൊളിയായിട്ട് എനിക്ക് നമ്മളങ്ങനെ ഒരു ഗട്ടറിലൊക്കെ വീഴുമ്പോൾ നമുക്ക് അങ്ങനെ തോന്നില്ല. ഒരു വലിയൊരു ഹമ്പൊക്കെ എടുത്താൽ പോലും നമുക്കങ്ങനെ വലിയൊരു ബുദ്ധിമുട്ടാകാത്ത രീതിയിലാണ്. ഓക്കെ. നല്ല ആ ഒരു ഫ്ലോട്ടിങ് എഫക്റ്റ് കിട്ടുന്നുണ്ട്. ഇപ്പം നമ്മൾ സ്പോർട്സ് മോഡിലോട്ട് സ്വിച്ച് ചെയ്തു എങ്കിലും വലിയ അതായത് കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത പവറായിട്ട് തോന്നില്ല. നല്ല പവർ, ആവശ്യത്തിനുള്ള ഒരു ലീനിയർ ആയിട്ടാണ് കയറി പോകുന്നത്. മറ്റേ വീൽ സ്പിൻ ഒക്കെ ആയി കയറി പോകുന്ന പോലെ അല്ല, പ്രോപ്പർ ഒരു ഗ്രാജുവലി ആണ് ഇതിന്റെ ഒരു ഇത് വരുന്നത്. അതേതായാലും നല്ലതാണ്, അതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഓക്കെ. അത് റേഞ്ചിനെ ഹെൽപ്പ് ചെയ്യും. നോർമൽ മോഡാണെങ്കിലും സ്പോർട്ട് മോഡലാണെങ്കിൽ ഒരു വലിയൊരു ഡ്രാസ്റ്റിക് ഡിഫറൻസ് ഒന്നും നമുക്ക് ഫീൽ ചെയ്യാം. അത് പറഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായില്ല, പക്ഷെ ഇപ്പൊ എക്സ്പീരിയൻസ് ചെയ്തപ്പോൾ എനിക്ക് മനസ്സിലായി ഒന്നുകൂടെ. ഞാൻ വിചാരിച്ചു സ്പോർട്സിന് നല്ല വ്യത്യാസം ഉണ്ടാവുമെന്ന്, പക്ഷെ ഒരു പോയിന്റ് എത്തിക്കഴിഞ്ഞാൽ നല്ലതായിട്ട് പിക്ക് ചെയ്ത് പോകും. പ്ലീസ് സ്വിച്ച് ദ ലോ ബീം. അത് നമ്മൾ ആ ഓട്ടോ
ബീമിലിടാൻ വേണ്ടിയിട്ട്. ഓക്കെ. അപ്പോൾ അതുപോലെ ഹെഡ്ലൈറ്റിൻ്റെ ഇതെങ്ങനെയുണ്ട്? ഹെഡ്ലൈറ്റും എനിക്ക് അങ്ങനെ വലിയ ഇഷ്യൂ ആയിട്ട് തോന്നുന്നില്ല. അത്യാവശ്യം നല്ല വിസിബിലിറ്റി ആവശ്യം നമുക്ക് ഉണ്ട്. ഒരു നൈറ്റ് ഡ്രൈവിൽ ബുദ്ധിമുട്ട് തോന്നാറില്ല? എനിക്ക് അങ്ങനെ തോന്നിയിട്ടില്ല. ഓക്കെ. പിന്നെ സ്റ്റിയറിംഗ് എനിക്ക് നല്ല രീതിയിൽ ഇഷ്ടപ്പെട്ടതാണ്. കംഫർട്ടാണ്, വളരെ ലൈറ്റ് ആണ്. അതെ, നമുക്കൊരു ഒറ്റ ഫിംഗർ കൊണ്ട് വേണമെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന. സ്പീഡിൽ പോകുമ്പോൾ ടൈറ്റ് ആകാറുണ്ടോ അതോ? ചെറുതായിട്ട് ടൈറ്റ് ആവും. ഓക്കെ. ഇലക്ട്രോണിക് പവർ സ്റ്റിയറിംഗ് ആയതുകൊണ്ട് എന്തായാലും കുറച്ചൊരു ടൈറ്റ്നെസ്, പക്ഷെ അങ്ങനെ നമുക്ക് വലിയ കുഴപ്പമൊന്നുമില്ല. ഇപ്പോൾ ഈ സിറ്റി ഡ്രൈവിൽ ഇപ്പോൾ കുറച്ച് ഇതൊരു വലിയ വണ്ടി ആണെങ്കിൽ പോലും സിറ്റിയിലൊക്കെ ഒരു യൂ ടേൺ എടുക്കാനും അങ്ങനെ പല ഇതിലും അങ്ങനെ ഭയങ്കര ഈസി ആയിട്ട് നമുക്ക് കൊണ്ടുപോകാൻ പറ്റും. ബുദ്ധിമുട്ടില്ല. ടോപ്പ് സ്പീഡ് എത്ര വരെ കയറ്റിയിട്ടുണ്ട്? അതിന്റെ ഒരു കൺട്രോൾ എങ്ങനെയുണ്ട്? 100 വരെ. ഞാൻ അങ്ങനെ ഒരുപാട് സ്പീഡിൽ ഓടിക്കാറില്ല. ഓക്കെ. ഒരു 100 വരെയും ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്യുന്നുള്ളൂ. ഞാൻ കൂടുതലും ഇപ്പോൾ ഹൈവേയിലൊക്കെ പോകുമ്പോൾ ഒരു 80, 90 ആ ഒരു സ്പീഡിലാണ് ഞാൻ പോകാറുള്ളൂ. ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയത് മാത്രമേ ഉള്ളൂ. റീജനറേഷൻ സിംഗിൾ പെഡൽ ഡ്രൈവിങ്ങിൽ പറ്റുമോ? റീജൻ 3 ഇട്ട് കഴിഞ്ഞാൽ റീജൻ 3 ആകെ 2 റീജനറേഷൻ ഉള്ളൂ. 2 റീജൻ, സ്റ്റാൻഡേർഡും ഹൈയും. ഞാൻ എപ്പോഴും ഹൈ തന്നെയാണ് ഇടാറുള്ളത്. ചില കാറിലൊക്കെ ഇങ്ങനെ പറഞ്ഞു കേട്ടിട്ടുണ്ട്, അതായത് റീജനറേഷൻ കുറച്ച് ബുദ്ധിമുട്ടായിട്ട്, അതായത് ഇങ്ങനെ ഏറ്റവും കൂടിയ റീജനറേഷനിലൊക്കെ ഇടുമ്പോൾ നമുക്ക് വണ്ടി കുറച്ച് ബുദ്ധിമുട്ടായിട്ട് ചിലർ പറഞ്ഞിട്ടുണ്ട്. അതായത് ഇതിനല്ല, വേറെ കാറിനൊക്കെ. പക്ഷെ എനിക്ക് അങ്ങനെ ഹൈയിലിട്ടാലും അങ്ങനെ ഒരു ഇഷ്യൂ ഒന്നും എനിക്ക് തോന്നാറില്ല. ഓക്കെ. പിന്നെ ക്വാളിറ്റി ആൻഡ് ഫിറ്റ് ആൻഡ് ഫിനിഷ് ഒക്കെ എങ്ങനെയുണ്ട്? ക്വാളിറ്റി വൈസ് നോക്കുകയാണെങ്കിൽ ശരിക്കും ഒരു പ്രീമിയം കാറിൻ്റെ ഇപ്പോൾ ഇതിൻ്റെ ഇവിടുത്തെ ബട്ടൺസും കാര്യങ്ങളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ പറ്റും. ശരിക്കും ഒരു ലക്ഷറി സെഗ്മെൻ്റുള്ള കാറിൻ്റെ ഒരു ഫിനിഷാണ്. ഇപ്പോൾ സ്റ്റിയറിംഗ് ആണെങ്കിലും അങ്ങനെ, ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ സീറ്റ്സിൻ്റെ ഒരു ക്വാളിറ്റി കൊടുത്തിരിക്കുന്നതൊക്കെ എല്ലാം ഇവിടെയൊക്കെ കണ്ടത് എല്ലാം സ്മൂത്ത് ആയിട്ടുള്ള ഒരു ലെതർ ഫിനിഷസ് ആണ് കൊടുത്തിരിക്കുന്നത്. ഒരു ഹാർഡ് പ്ലാസ്റ്റിക്സ് ഒക്കെ വളരെ മിനിമലാണ്. അല്ലെങ്കിൽ നമുക്ക് അത്രയും പെട്ടെന്ന് ഇപ്പോൾ ഇതിൻ്റെ അടിയിലൊക്കെയാണ് ഹാർഡ് പ്ലാസ്റ്റിക് കുറച്ച് കൊടുത്തിരിക്കുന്നത്. വിസിബിളി നമുക്ക് എല്ലാം ഒരു വളരെ പ്രീമിയം ആയിട്ടുള്ള മെറ്റീരിയൽസ് ആണ് ഇവർ യൂസ് ചെയ്തിരിക്കുന്നത്. അങ്ങനെ ക്വാളിറ്റിയിൽ യൂസ് ചെയ്തിരിക്കുന്ന മെറ്റീരിയൽസിന്റെ ക്വാളിറ്റിയിൽ എനിക്ക് അങ്ങനെ ഒരു ബുദ്ധിമുട്ടൊന്നുമില്ല. ശരിക്കും ഈ ഒരു പ്രൈസ് പോയിന്റിൽ ഞാൻ വളരെ സാറ്റിസ്ഫൈഡ് ആണ്. പിന്നെ എനിക്ക് പറയാനുള്ളൊരു പോയിന്റ്, ഇപ്പോൾ നമ്മൾ യൂട്യൂബിലൊക്കെ ഞാനിങ്ങനെ കാറിൻ്റെ ഒരു റിവ്യൂസും കാര്യങ്ങളൊക്കെ ഒരുപാട് നോക്കുന്നത്. അപ്പോൾ ഇലക്ട്രിക്കൽ കാറിൻ്റെ ഒരു ഡിസഡ്വാൻറ്റേജ് ആയിട്ട് ഇങ്ങനെ പല ആൾക്കാരും പറഞ്ഞിട്ടുള്ള ഒരു പോയിന്റാണ്. അതായത് ഒരുപാട് ഓട്ടോ ഉള്ളവർക്ക് മാത്രമേ ഇലക്ട്രിക്കൽ കാർ അഫോർഡബിൾ ആവുള്ളൂ, യൂസ് ചെയ്യാൻ പറ്റുള്ളൂ എന്നൊക്കെ ഇങ്ങനെ പല ആൾക്കാർ പറഞ്ഞു ഞാൻ കേട്ടിട്ടുണ്ട്. ഓടി മുതലാക്കിയാലേ പറ്റുള്ളൂ. അത്യാവശ്യം നല്ല ഒരു ഡ്രൈവിംഗ്, ഒരുപാട് ദൂരം ഓടിക്കുന്നവർക്ക്, ഒരു നല്ല ട്രാവലിംഗ് ഉള്ളവർക്ക് ഇത് മുതലാവുള്ളൂ ഇങ്ങനെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. പക്ഷെ ഇപ്പോഴത്തെ ഒരു സിനാരിയോയിൽ എനിക്ക് അത് അത്രയും അങ്ങനത്തെ ഒരു ടോക്ക് ഇനിയിപ്പോൾ ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഇപ്പോഴത്തെ ഒരു പ്രൈസിങ് കമ്പയർ ചെയ്യുകയാണെങ്കിൽ ഇപ്പോൾ ഒരു മിഡ് സൈസ് SUV സെഗ്മെന്റിൽ നോക്കുവാണെങ്കിൽ ഇപ്പോൾ ടാറ്റയുടെ കേവ് ഇറങ്ങിയിട്ടുണ്ട് ഇലക്ട്രിക്. അപ്പോൾ അതിൻ്റെ ഇലക്ട്രിക്കിന് ഓൺ റോഡ് ഇപ്പോൾ പ്രൈസ് വരുന്നത് ബേസ് വേരിയന്റ് 19 lakh സംതിങ്ങിന് ഓൺ റോഡ് വരും. ടോപ്പിൻ്റെ കേവിൻ്റെ തന്നെ EV ടോപ്പ് നോക്കുവാണെങ്കിൽ 24-ന് നമുക്ക് ഓൺ റോഡ് കിട്ടും. അതേ സെയിം സെഗ്മെന്റിലുള്ള ഹൈ റൈഡർ നോക്കുവാണെങ്കിൽ നമുക്ക് ഹൈബ്രിഡ് ടോപ്പ് വേരിയന്റിന് ഓൾമോസ്റ്റ് ഒരു 25 lakh വരും. അതിനകം കൂടുതലാണ് വരുന്നത്. അതുപോലെ ക്രെറ്റ, സെൽറ്റോസ്, അതിൻ്റെ ടോപ്പ് വേരിയന്റിന് പെട്രോൾ നോക്കുവാണെങ്കിൽ തന്നെ 25.5 ഒക്കെ എന്തോ വരുന്നുണ്ട്, റേഞ്ച് വരും. അപ്പൊ അതിനേക്കാൾ ഇപ്പൊ കുറവാണ് സത്യം പറഞ്ഞാൽ ഈ സെഗ്മെന്റിലുള്ള EVക്ക് വരുന്നത്. അപ്പൊ സത്യം പറഞ്ഞാൽ ഇപ്പൊ അങ്ങനത്തെ ഒരു കമ്പാരിസൺ, ഒരുപാട് ഓട്ടമുള്ളവർക്ക് മാത്രമേ ഇത് അഫോർഡബിൾ ആകൂ എന്ന് പറയുന്നതിൽ ഇനി കാര്യമില്ല എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ അകത്ത് നമുക്ക് ഇതിൻ്റെ ഒരു കംഫർട്ടാണ്. ഒരിക്കലും നമുക്ക് പെട്രോൾ ഡീസൽ കാറിൻ്റെ ഒരു ഇതിന് കിട്ടുന്ന കംഫർട്ട് ഒരിക്കലും ഈ ഒരു സെഗ്മെന്റിൽ മറ്റുള്ള കാർസിന് കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഒരു വൈബ്രേഷൻ ഇല്ല. അപ്പോൾ വളരെ ഫ്രീ ആയി ഇപ്പോൾ നമ്മളൊരു ഒറ്റ സ്ട്രെച്ചിൽ ഒരു 100-150 കിലോമീറ്റേഴ്സ് ഓടിച്ചാലും നമുക്ക് ഒട്ടും ടയർഡാവില്ല. അപ്പോൾ നമുക്ക് എപ്പോഴും നമ്മളൊരു ഫ്രഷ് ആയിട്ട് ഫീൽ ചെയ്യും. അപ്പോൾ അതൊരിക്കലും ഒരു പെട്രോൾ ഡീസൽ കാർ ഈ ഒരു സെഗ്മെന്റിൽ ചിലപ്പോൾ ഒരു ഭയങ്കര പവർഫുൾ ആയിട്ടുള്ള മറ്റുള്ള കാറിലൊക്കെ കിട്ടിയേക്കാം, പക്ഷെ ഒരു ഹയർ സൈഡിലായി പോകും പ്രൈസ്. അപ്പോൾ അത് എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പോൾ നമ്മളൊരു കംഫർട്ടും ബാക്കി മറ്റേ എല്ലാം കൂടെ ഒരുമിച്ച് നോക്കണം. അപ്പം അങ്ങനെ നോക്കുമ്പോൾ തീർച്ചയായിട്ടും ഇലക്ട്രിക്കൽ കാർ തീർച്ചയായിട്ടും ഇപ്പോൾ ഒരു ഇതിൽ വർത്താണെന്ന് എനിക്ക് തോന്നുന്നു. ഓക്കെ. അതുപോലെ AC-യുടെ കാര്യം, AC ഇത്രയും നേരമായിട്ടും 24-ലായിരുന്നല്ലേ? ഓക്കെ. എങ്ങനെയുണ്ട് AC-യുടെ? AC കുറച്ച് കുറവുള്ള പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട്. കുറച്ചും കൂടി കൂളിംഗ് ആകാമായിരുന്നു എന്നെനിക്ക് തോന്നുന്നത്. അതിൽ ഒരു ചെറിയൊരു അത് ഞാൻ സർവീസ് ചെയ്യാൻ പോയപ്പോൾ അവരുടെ അടുത്ത് പറയുകയും ചെയ്തു. അതുപോലെ AC-ക്ക്
സ്വിച്ചസ് സെപ്പറേറ്റ് കൊടുത്തിട്ടുമില്ല. എ സിക്ക് നമുക്ക് ഇവിടെ സ്വിച്ച് ഉണ്ടായിരുന്നു, കുറച്ചുകൂടെ ഈസി ആയിരുന്നു. ഈസി ആയിരുന്നു. ഇത് ഓരോ പ്രാവശ്യം ഇതിപ്പോൾ നമുക്ക് ചെയ്യണമെങ്കിൽ നമ്മൾ അങ്ങനെ ചെയ്യേണ്ടി വരും. ഇപ്പോഴും എ സിയിൽ നമുക്ക് ബട്ടൺ ഇല്ല, അതാണ് ഒരു ചെറിയൊരു ഇഷ്യൂ ആണത്. എപ്പോഴും നമുക്ക് ഈ സ്റ്റിയറിങ് മറ്റേ നമ്മുടെ ഡിസ്പ്ലേയിൽ ഇങ്ങനെ പോയിട്ട് ഇവിടെ തന്നെയാണ് ഓപ്പറേഷൻ എല്ലാം വരുന്നത്. ഓക്കെ. അപ്പോൾ എപ്പോഴും നമ്മളിപ്പോൾ ഡ്രൈവ് ചെയ്യുന്നതിനിടയ്ക്ക് നമുക്ക് ഇതിൻ്റെ ടെമ്പറേച്ചർ സെറ്റ് ചെയ്യുക, അല്ലെങ്കിൽ ഫാൻ സ്പീഡ് അഡ്ജസ്റ്റ് ചെയ്യുക, അത് കുറച്ചൊരു ബുദ്ധിമുട്ടാണത്. ഓക്കെ. ഇങ്ങനെ ഓരോന്നും ചെയ്യേണ്ടി വരും. അതെ. ഇപ്പോൾ കോ ഡ്രൈവർ ഉണ്ടെങ്കിൽ കുഴപ്പമില്ല, നമുക്ക് അവരോട് പറയാം. അല്ലെങ്കിൽ അതൊരു ബുദ്ധിമുട്ടാണ് നമ്മൾ മാത്രമേ ഉള്ളെങ്കിൽ. ഓക്കെ. അതുപോലെ എ സി കൂളിംഗ് ഒക്കെ ആണോ? എ സി കൂളിംഗ് കുറച്ചും കൂടി ആകാമായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നു. റിയർ എ സി ഉണ്ട്, അവിടെയും കുറച്ചൊരു ഇഷ്യൂ ഉണ്ട്. ഓക്കെ. അപ്പം അതൊക്കെയാണ്. ഇനി കുറച്ച് നെഗറ്റീവ്സും സജഷൻസ് ഒക്കെ ചോദിക്കാനുണ്ട്. കാരണം കുറേ ഇലക്ട്രിക് കാർസ് വന്നു പുതിയതായിട്ട്. അപ്പം അതിലോട്ട് പോകണോ അതോ ഇത് തന്നെയാണോ നല്ലതെന്നൊക്കെ നമ്മൾ ചോദിക്കുന്നുണ്ട്. നമുക്ക് പുറത്ത് പോയിട്ട് ബാക്കി സംസാരിക്കാം. ഓക്കെ. സോ അതൊക്കെയായിരുന്നു ഇൻറ്റീരിയറിൽ നിന്ന് ഫീച്ചേഴ്സിനെ പറ്റിയൊക്കെ ഡിസ്കസ് ചെയ്യാനുള്ളത്. ഇനിയും കുറച്ച് സജഷൻസ് ആണ് അറിയേണ്ടത്. കാരണം ബ്രോ വണ്ടി എടുത്തതിന് ശേഷവും പുതിയ വണ്ടികൾ ഇന്ത്യൻ മാർക്കറ്റിൽ വന്നു. MGയുടെ വിൻസ് റിവ്യൂ വന്നു, മഹീന്ദ്രയുടെ B6e, XEV9e, അങ്ങനെ കുറേ വണ്ടികൾ വന്നു. ഇനിയും 2025 കുറേ വരാനിരിക്കുന്നു. വിറ്റാര, ക്രെട്ട ഇപ്പം ലോഞ്ചായി റീസെൻ്റ്ലി. അപ്പോൾ അതിനെയൊക്കെ വെച്ച് നോക്കുമ്പോൾ ഇതിലോട്ട് സജസ്റ്റ് ചെയ്യുമോ അതോ വെയിറ്റ് ചെയ്യുക, കുറച്ച് വണ്ടികൾ വരട്ടെ, അതിനുവേണ്ടി എന്ത് സജഷൻ കൊടുക്കാൻ പറ്റും? സജഷൻ എന്ന് പറയുമ്പോൾ ഇപ്പോൾ 2025 കുറേ ഇലക്ട്രിക്കൽ കാർസ് വരുന്നുണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നത് ഇപ്പോൾ എൻ്റെ ഈ വേരിയൻ്റ് എന്ന് പറയുന്നത് 50 kW ബാറ്ററി വരുന്ന, അപ്പോൾ കുറച്ചും കൂടി കൂടിയ ബാറ്ററി ഉണ്ടായിരുന്നുവെങ്കിൽ നല്ലതായിരുന്നു എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഈ ഒരു പ്രൈസിൽ തന്നെ മറ്റേ ഇതിൻ്റെ കൂടിയ കിലോവാട്ട് വരുമ്പോൾ 33 to 38 ലാക്ക് വരുന്നുണ്ട്. അപ്പോൾ നമുക്കൊരു അണ്ടർ 30 ലാക്കിൽ തന്നെ ഒരു 60 kW അല്ലെങ്കിൽ 70 kW കിട്ടുവാണെങ്കിൽ അത്രയും നല്ലത്. ചിലപ്പോൾ ഫ്യൂച്ചറിൽ വന്നേക്കാം, കാരണം ഈ ബാറ്ററി ഇതിൻ്റെയൊക്കെ ലിഥിയം ബാറ്ററി ആയതുകൊണ്ട് അതിൻ്റെയൊക്കെ ഇങ്ങനെ വില ഇപ്പം കുറഞ്ഞുകൊണ്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ മഹീന്ദ്ര നേരത്തെ പറഞ്ഞ പോലെ മഹീന്ദ്ര B6ഉം XEV9 അതൊക്കെ ഇപ്പോൾ അവർ ഷോറൂം പ്രൈസ് ലോഞ്ച് ചെയ്തിട്ടുണ്ട്. അതൊക്കെ വളരെ അഗ്രസീവായിട്ടാണ് അവർ പ്രൈസിങ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതൊക്കെ വളരെ അട്രാക്ഷനാണ്. അപ്പോൾ അതുപോലെയൊക്കെ ആ ഒരു ബിലോ 30 ലാക്ക് 60 kW 70 kW അല്ലെങ്കിൽ 80 kW ബാറ്ററിയൊക്കെ ഫ്യൂച്ചറിൽ വന്നു കഴിഞ്ഞാൽ നല്ലതായിരിക്കും. അപ്പോൾ അതുപോലെ BYDയും ആ ഒരു പ്രൈസ് പോയിന്റിൽ അങ്ങനത്തെ ഒരു ബാറ്ററി പാക്കോടുകൂടി ഇറക്കട്ടെ എന്നുള്ളതാണ്. പിന്നെ ഇത് പറയുന്നത് ചില ഫീച്ചേഴ്സൊക്കെ വേണമെങ്കിൽ അവോയ്ഡ് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ ഈ പേഴ്സണലി ഞാനൊരു സൺറൂഫിൻ്റെ ഒരു ഫാനല്ല, അതുപോലെ അഡാസും വേണമെന്നില്ല. അപ്പോൾ പിന്നെ എനിക്കൊന്ന് ചിലപ്പോൾ ഒരുപാട് ആൾക്കാർക്ക് ചിലപ്പോൾ അത് നോക്കുന്നുണ്ടാവുമായിരിക്കും, അതുകൊണ്ടായിരിക്കാം. അപ്പോൾ അങ്ങനത്തെ ചില ഫീച്ചേഴ്സൊക്കെ വേണമെങ്കിൽ കട്ട് ചെയ്യാം, ഈ കോസ്റ്റ് സേവ് ചെയ്യാനായിട്ട്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്കൊരു 30, എൻ്റെ മെയിൻ ഇത് ബിലോ 30 ലാക്ക് ഇങ്ങനത്തെ ഒരു ബാറ്ററി പാക്ക് കൂടി വരുവാണെങ്കിൽ നല്ലതായിരിക്കും എന്നുള്ളതാണ് എൻ്റെ ഒരു. വേറൊരു വണ്ടിയിലോട്ട് പോകാനല്ല സജസ്റ്റ് ചെയ്യുന്നത്, BYDയിലോട്ട് തന്നെ വരിക. അതിൻ്റെ കാര്യങ്ങൾ കുറച്ച് അഡ്ജസ്റ്റ് ചെയ്യാനാണ് ബ്രോയുടെ സജഷൻ പറഞ്ഞിരുന്നത്. കാരണം BYD ആണ്, വിശ്വസിച്ച് ഓടിച്ച് നടക്കാം അല്ലേ, ഒന്നും പേടിക്കണ്ട. മറ്റ് പല ബ്രാൻഡ്സിലും പല ബുദ്ധിമുട്ടുകൾ നേരിടാറുണ്ട്. ഇപ്പം മഹീന്ദ്രയുടെ ആണെങ്കിലും ഇനി ക്വാളിറ്റിയുടെ കാര്യങ്ങളൊക്കെ നമുക്ക് കണ്ടറിയണം. B6ഉം XEV9 എന്തായാലും ബെറ്റർ ആയിട്ട് തന്നെയാണ് അവർ കൊണ്ടുവന്നിരിക്കുന്നത്. ആ ഒരു ക്വാളിറ്റിയിൽ തന്നെ വണ്ടികൾ ഇറക്കട്ടെ. ഇപ്പോൾ പുതിയ പ്ലാറ്റ്ഫോം ഇൻഗ്ലൂ പ്ലാറ്റ്ഫോം, അതിപ്പോൾ അവർ ഈ ഫസ്റ്റ് കാറാണ്. അപ്പോൾ അതെങ്ങനെയുണ്ടെന്ന് നമുക്ക് കുറച്ച് നാൾ കഴിഞ്ഞാൽ അറിയാൻ പറ്റുള്ളൂ. BYDന്നൊക്കെ കുറച്ച് വളരെ വർഷങ്ങളായിട്ട്, ഇന്ത്യയിൽ തന്നെ 2-3 വർഷമായി. അതിനു മുമ്പ് പുറത്ത് ചൈനീസ് മാർക്കറ്റിലും വല്ല കൺട്രീസിലൊക്കെ ഉള്ളതാണ്. അപ്പോൾ നമുക്കറിയാം ഇപ്പോൾ ഇവരുടെ എങ്ങനെയാണ്, വളരെ ട്രസ്റ്റഡ് ആയിട്ടുള്ള ഒരു ബാറ്ററി പ്ലാറ്റ്ഫോമും ആണ് എല്ലാമാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് വിശ്വസിച്ചെടുക്കാൻ പറ്റുന്ന ഒരു കാർ തന്നെയാണ്. എന്തായാലും ഒരു പ്രീമിയം ബഡ്ജറ്റിൽ വരുന്ന അവരുടെ സീല് ലോഞ്ച് ചെയ്തപ്പോഴും വെറും 50 lakhs എന്ന് പറഞ്ഞാണ് ലോഞ്ച് ചെയ്തപ്പോൾ എല്ലാവരും ഞെട്ടി. കാരണം 50 lakhs കുറവല്ലല്ലോ എന്നാണ്. പക്ഷേ അതൊരു 1.5 CRന്റെ ഫീച്ചേഴ്സ് ഉള്ള അല്ലെങ്കിൽ പെർഫോമൻസ് ഉള്ള കാറാണ്. അതുകൊണ്ടാണ് ആ ഒരു പ്രൈസ് കുറവാണെന്ന് അവർ തന്നെ അവകാശപ്പെട്ടത്. അടുത്ത് സീലിയൻ 7 എന്ന് പറഞ്ഞൊരു പുതിയൊരു കാർ വരുന്നുണ്ട്. അപ്പോൾ ഈ ഭാരത് ഓട്ടോ ഷോയിൽ വരുന്നുണ്ട്. അപ്പോൾ അതും മിക്കവാറും ഒരു 50 lakh ഇതിലൊക്കെ വരുവാണെങ്കിൽ വളരെ നല്ലതായിരിക്കും. കാരണം അതും ഒരു 80 kW ബാറ്ററി പാക്കിലാണ് അവിടെ യൂറോപ്പിലൊക്കെ ഉള്ളത്. ഇവിടെ എന്തായാലും മിക്കവാറും ഇമ്പോർട്ടഡ് കാർസ് ആണല്ലോ. എന്തായാലും ആ സെയിം ബാറ്ററി പാക്കോട് കൂടി ആയിരിക്കും വരാൻ പോകുന്നത്. CKD യൂണിറ്റ്സ് ആയിരിക്കും എല്ലാം. അപ്പോൾ എനിക്ക് തോന്നുന്നു ഈ BYD ഇപ്പോൾ ഇന്ത്യയിൽ ഒരു പ്ലാന്റ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുവാണെങ്കിൽ ചിലപ്പോൾ അങ്ങനെ കോസ്റ്റ് കട്ട് ചെയ്ത് 5 lakhs എങ്കിലും കുറയ്ക്കാൻ പറ്റും. അപ്പോൾ ഈ കാർ ഇപ്പോൾ ഞാൻ 28 മേടിച്ചെങ്കിൽ ചിലപ്പോൾ ഒരു ബിലോ 25 ചിലപ്പോൾ ഇത് കിട്ടുവാണെങ്കിൽ അത് വളരെ അട്രാക്റ്റീവ് ആയിട്ടുള്ള.
ഓക്കെ, ഏതായാലും നമുക്ക് നല്ലൊരു അറ്റോ 3 ഡൈനാമിക് വേരിയൻറ്റിൻ്റെ യൂസർ എക്സ്പീരിയൻസ് തന്നു ബ്രോ. താങ്ക് യു സോ മച്ച്. ഓക്കെ, താങ്ക് യു സോ മച്ച്. ഫീച്ചേഴ്സ് എല്ലാം എല്ലാവർക്കും ഇതിൻ്റെ എക്സ്പീരിയൻസ് എല്ലാം എല്ലാവർക്കും ക്ലിയർ ആയിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് സെക്ഷനിൽ രേഖപ്പെടുത്താം. അപ്പം ഇതുപോലുള്ള യൂസർ എക്സ്പീരിയൻസ് വീഡിയോസ് കാണാനായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുത്. നമ്മൾ പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും. നിങ്ങളുടെ വണ്ടിയുടെ യൂസർ എക്സ്പീരിയൻസ് ചെയ്യണമെങ്കിൽ നമുക്ക് ഒരു മെയിലോ ഇൻസ്റ്റഗ്രാമിലോ വാട്സാപ്പിലോ ഒരു മെസ്സേജ് അയച്ചാൽ മാത്രം മതിയാവും. നമ്മളായിട്ട് കോൺടാക്ട് ചെയ്താൽ മാത്രം മതിയാവും. അപ്പോൾ നമ്മൾ പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും. അതുവരേക്കും ഗുഡ് ബൈ.